സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ധാർചുലയിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, നമോ നാരായണ, ജയ് മഹാദേവ്. അപ്പോൾ റെഡി? അറിവ് റെഡി? റെഡി റെഡി. ലഗേജൊക്കെ സെറ്റായിരിക്കണ്. അപ്പോൾ ഓക്കെ, അറിവ് റെഡി? റെഡി. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ്. ഓക്കെ, ഇതൊക്കെ ടീം മെമ്പേഴ്സാണ്. സ്വാമി അടിയാറ് ഒക്കെ റെഡിയാ இருக்கு. சிவாய நம. திருச்சிற்றம்பலம் மங்களம் உண்டாகட்ടെ. அனைவருக்கும் മംഗളം മംഗളം പോകുന്നു. ഓക്കെ, സ്വാമി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ സെറ്റായിരിക്കും. ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണോ വണ്ടി? അല്ല, വണ്ടി വരണത്രേ. ആ ഓക്കെ ഓക്കെ. വണ്ടി ഇന്നും വന്നിട്ടില്ല. വണ്ടി കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ട് ലഗേജൊക്കെ എടുത്ത് സ്വാമി ഇവിടെ സെറ്റാക്കി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു 100 കിലോമീറ്റർ കഷ്ടിക്ക് ഓടണം തോന്നുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ ചാപ്പാടുള്ളൂ എന്നാണ് സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. സ്വാമി അവിടെ ഉണ്ട്. സ്വാമി അവിടെ ഉണ്ട്. സ്വാമി വണ്ടി വന്നാച്ചാ? ആ, വണ്ടി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഒരു വണ്ടി വന്നു, രണ്ടാമത്തെ വണ്ടി വന്നിട്ടില്ല. ഏതാ നമ്മുടെ വണ്ടി? ദിസ് വൺ? ആ, ഇതാണ്. യെസ് യെസ്. ഇതേ വണ്ടി ഞാൻ കാണിച്ചാൽ നമ്മൾ പോകുന്ന വണ്ടി. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ബാക്കിൽ ലഗേജ് വെക്കുന്ന വണ്ടിയാണ്. ഈ ടൈപ്പ് വണ്ടികളാണ് നമ്മുടെ ആദി കൈലാസ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. വളരെ ടഫായിട്ടുള്ള ടെറൈനാണ്. റോഡുകളൊക്കെ പേരിന് സങ്കല്പത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് യാത്രയുടെ മറ്റ് വിശേഷങ്ങളൊക്കെ തന്നെ ഞാൻ ആ യാത്രാ വഴികളിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദി കൈലാസ് യാത്ര സെക്കൻഡ് എപ്പിസോഡ്. വെൽക്കം ആൾ ഓഫ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആദി കൈലാഷ് യാത്ര, ഓം പർവ്വതി യാത്ര, സ്വാമി ഭാരതിയുടെ നേതൃത്വത്തിലുള്ള യാത്രയാണ്. അപ്പോൾ യാത്ര മംഗളകരമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ധാർചുലയോട് നമ്മൾ വിട പറയുകയാണ്. ഇനി തിരിച്ച് 3 നൈറ്റും 4 പകലും കഴിഞ്ഞായിരിക്കും നമ്മൾ ധാർചുലയിലേക്ക് തിരിച്ചെത്തുക. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾക്ക് വേണ്ടി വളരെ എക്സൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു റൂട്ട്, ആ ഒരു ടെറൈൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അവിസ്മരണീയമായിരിക്കും. അപ്പോൾ നമുക്ക് യാത്രകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ഗുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. 90 കിലോമീറ്റർ ഇവിടെ നമുക്ക് പോകാനുണ്ട്. പിന്നെ വൈകിട്ട് 5 മണിയാവും കേട്ടോ നമ്മളിവിടെ എത്താൻ. അത്രയും ദൂരമുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സങ്കല്പത്തിലുള്ള റോഡാണ്. വളരെ ടഫ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു യാത്ര വലിയ സുഖമൊന്നുമില്ല. നല്ല ഡാൻസ് ആയിരിക്കും ഈ വണ്ടിയിൽ നിന്ന്. കാരണം നല്ല വളവും തിരിവും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഒക്കെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ വർക്ക് നടക്കുന്നുണ്ട് റോഡിന്റെ. എത്രമാത്രം നോക്കിയേ, മൊത്തം റോഡിന്റെ വർക്ക് നടക്കാണ്. ഇപ്പോൾ ഒരു ഭാഗം ഇടിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗം റോഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് നമ്മൾ ആദ്യം എത്തുന്ന ഒരു സ്റ്റോപ്പിന്റെ പേര് തവാഗട്ട് എന്നാണ്. നമ്മൾ ധാർചുലയിൽ നിന്ന് 20 കിലോമീറ്റർ ആണ് തവാഗട്ടിലേക്കുള്ള ദൂരം.
ഇപ്പം കുറച്ച് റോഡ് ബെറ്റർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബെറ്റർ ആയ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു പവർ സ്റ്റേഷൻ ഉണ്ട്. ധോണി ഗംഗ പവർ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. റോഡിന്റെ സ്ഥിതി കണ്ടില്ലേ? ഇപ്പോൾ തന്നെ ഇതാണ് സ്ഥിതി ഇരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് റോഡ് നിർമ്മാണത്തിന്. അവരുടെ ബഡ്ജറ്റിൽ അവർ നികുതി ഉപയോഗിക്കുന്നതിൽ നല്ലൊരു പങ്ക് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സ്ഥലം ധൗളി ഗംഗയുടെ ഒരു വൃഷ്ടിപ്രദേശമാണ്. ഈ ധൗളി ഗംഗ എന്ന് പറയുന്നത് പിന്നെ ഒരു ഹിമാലയൻ നദിയാണ്. അത് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവസാനം അളകനന്ദയിൽ, ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ പ്രദേശത്തെ അളകനന്ദയിൽ ചെന്ന് ജോയിൻ ചെയ്യുന്ന ഒരു നദിയും കൂടിയാണ് ഈ ധൗളി ഗംഗ എന്ന് പറയുന്നത്. ഈ ധൗളി ഗംഗ ഒരു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണിത്. അപ്പൊ ഇവിടെ നിന്ന് പിന്നെ ഈ ഒരു വഴി എന്ന് പറയുന്നത് എപ്പോഴും ലാൻഡ് സ്ലൈഡും മറ്റുമൊക്കെ ഉണ്ടാവുന്ന ഒരു വളരെ പ്രയാസം പിടിച്ച ഒരു ഏരിയയാണ് ഈ ധൗളിഗംഗ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ ഏരിയയിലെ മലയൊക്കെ ഇടിഞ്ഞിട്ട് റോഡൊക്കെ ഇടിഞ്ഞിട്ട് ആകെ നാശമായി കിടക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ യാത്രക്കിടയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ യാത്രയിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡുകളുടെ അവസ്ഥ തന്നെ പഴയതിൽ നിന്നൊക്കെ നല്ല നിലയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആ നിലക്ക് നല്ല ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഉള്ള മേഖലകളിൽ ലാൻഡ് സ്ലൈഡ് അതുപോലെ തന്നെ തുടരുന്നത്. അവിടെ നിന്ന് എത്രയായാലും എത്ര കാലം കഴിഞ്ഞാലും മാറ്റി അത് നവീകരിക്കാനൊന്നും പ്രയാസമാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഒരുവിധം തെറ്റില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു സല്യൂട്ട് അവർക്ക് നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മനോഹരമാണ്. ഇപ്പൊ ഈ ഗഡ്വാൾ പ്രദേശത്തെ ഇപ്പം കർണപ്രയാഗ് അതുപോലെ തന്നെ രുദ്രപ്രയാഗ് ബെൽറ്റിലൊക്കെ ഏത് സമയവും മണ്ണിടിച്ചിലാണ്. അവിടെ പച്ചപ്പും കുറവാണ്. പക്ഷെ ഈ റോഡിലൂടെ പോയപ്പോൾ ഉണ്ടായ എനിക്ക് ഉള്ള ഒരു തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന കുറച്ചും കൂടെ പച്ചപ്പും അതുപോലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളും വഴികളും പർവ്വത പ്രദേശങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. താരതമ്യേന കുറച്ചൊരു അപകടം കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഈ ഗഡ്വാൾ പ്രദേശത്തെ വെച്ചുകൊണ്ട് കുറച്ചും കൂടെ മെച്ചപ്പെട്ട അവസ്ഥയാണ് ഇവിടുത്തെ റോഡുകൾക്കുള്ളത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോഡിന്റെ മാഹാത്മ്യവും അതിന്റെ ഒരു മനോഹാരിതയും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞ് നാക്കെടുത്ത് അവിടെ വെച്ചതേ ഉള്ളൂ. ദേ വരുന്നു നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ. ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഉത്തരാഖണ്ഡിലത്തെ നല്ല റോഡുകളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗംഭീരതയും ആ ഒരു സംഭവമൊക്കെ നമ്മൾ വർണ്ണിച്ചു. പക്ഷെ കഴിഞ്ഞപ്പോൾ തന്നെ എന്താ അനുഭവം? ദേ വരുന്നു അടുത്തത്. അപ്പം മോശമായ റോഡുകളും ധാരാളമായിട്ടുണ്ട് എന്ന നിലയിലേക്ക് വരും. അപ്പം രണ്ടും കൂടെ മിശ്രിതമാണ് ഹിമാലയൻ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കുമോൺ മേഖലയിലെ റോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ലേജ് പാങ്ക്ള വില്ലേജാണ്. ഇത് പിത്തോർഗഡ് ജില്ലയിൽ ഈ ദാർച്ചുല സൈഡിൽ തന്നെയുള്ള ഒരു വില്ലേജാണ്. ഏകദേശം ഒരു 40 കിലോമീറ്റർ ദാർച്ചുലയിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പാങ്ക്ള വില്ലേജിൽ എത്തിച്ചേരാം. ഇവിടെ 173 കുടുംബങ്ങളാണ് ആകെ താമസിക്കുന്നത്. ആകെ 1055 പേരാണ് ഇവിടുത്തെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത്. ധാരാളം, പക്ഷെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഹെൽത്ത് സെന്ററുകളുണ്ട്, ആരോഗ്യ പരിപാലനത്തിന് ഹെൽത്ത് സെന്റർ ഉണ്ട്, സ്കൂളുകൾ, പ്രൈമറി സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. അതുപോലെ തന്നെ ഒരു കോളേജ് കൂടി ഈ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് സർക്കാർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എത്തി നിൽക്കുന്ന ഈ വില്ലേജിൻ്റെ പേര് പാങ്ക്ള വില്ലേജ് എന്നാണ്. ഒരു 10-25 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാമം ഉണ്ടാവും. 25 കിലോമീറ്റർ ദാർച്ചുല കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഒരു ഗ്രാമം ഉണ്ടായി. ചെറിയൊരു അങ്ങാടിയുണ്ട്. ഈ അങ്ങാടിയുടെ പേരാണ് പാങ്ക്ള, സ്ഥലത്തിൻ്റെ പേര്. ഈ പാങ്ക്ള വില്ലേജിന് ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ വാഴക്കൃഷിയുണ്ട്. ഞാൻ ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നോക്കിയോ, ഇവിടുത്തെ വാഴക്കൃഷി. ദേ നോക്കിയേ, വാഴക്കൃഷിയുണ്ടോ നിങ്ങൾ? എന്ത് പഴമാണെന്നറിയില്ല, നിറയെ ഉണ്ട് കേട്ടോ. എല്ലാ വീടിൻ്റെ മുന്നിലും വാഴയുണ്ട്. ഞാൻ കേരളം, നമ്മുടെ തമിഴ്നാടും ഒക്കെ വിട്ട വാഴക്കൃഷി പ്രതീക്ഷിച്ചില്ല. ഹിമാലയത്തിലും വാഴക്കൃഷിയുണ്ട്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് തവാഗട്ടാണ്. ഈ തവാഗട്ട് ഒരു വില്ലേജാണ്. കാളിഗംഗാ നദിയുടെ തീരത്ത് 914 മീറ്റർ ഉയരത്തിൽ മാത്രം, അത് വല്ലാതെ ഉയരമൊന്നുമില്ല, അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാലയൻ വില്ലേജാണ്. പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് ഈ ദാർച്ചുലയിൽ നിന്ന് ഈ തവാഗട്ടിലേക്ക് ധാരാളമായിട്ട് വണ്ടികൾ പോകുന്നുണ്ട്. തവാഗട്ടിൽ നിന്ന് 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് മനോഹരമായിട്ടുള്ള ധർമാവലിയിലെത്താം. അതുപോലെ നാരായണാശ്രമമൊക്കെ ഒരു കാലത്ത് ആദി കൈലാസ യാത്രയിലും മാനസ സരോവർ ആ ഒരു മൗണ്ട് കൈലാഷ് യാത്രയിലും ഒക്കെ തന്നെയുള്ള ഇടത്താവളങ്ങളായിരുന്നു. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ പറഞ്ഞ തവാഗട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെയാണ് സ്റ്റേ നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ അതിമനോഹരമായിട്ടുള്ള പച്ചപ്പൊക്കെയുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നാരായണാശ്രമം എന്ന് പറയുന്നത്. ധർമാവലി അങ്ങനെ തന്നെ ധാരാളം കപ്പിൾസ് പോകുന്നൊരു സ്ഥലമാണ്. ഹണിമൂണിന് വേണ്ടിയിട്ടൊക്കെ പോയി താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ KMVNന്റെ നേതൃത്വത്തിൽ ധാരാളം ഹോം സ്റ്റേകൾ താമസത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ധർമാവലിയിൽ നിന്ന് ഹിമാലയൻ കൊടുമുടികളുടെ വലിയ ഒരു സൈനിക് ബ്യൂട്ടി, ആ ഒരു ദർശനം നമുക്ക് കിട്ടുന്നുള്ളതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. എന്ത് ഭംഗിയാണല്ലേ, നല്ല പച്ചപ്പ്, നീലാകാശം, കളർഫുള്ളായിട്ടുള്ളൊരു ഗ്രാമം, നല്ല ഭംഗിയുണ്ട് കാണാൻ. യാത്രയുടെ ഒരു 25% പോലും ഞങ്ങൾ പിന്നിട്ടിട്ടില്ല. യാത്ര മുന്നോട്ട് തന്നെയാണ്. അറിയാത്ത പർവ്വത പ്രദേശങ്ങളിലൂടെ, അറിയാത്ത ഗ്രാമങ്ങളിലൂടെ, മലഞ്ചെരിവുകളിലൂടെ, ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുകൾ വരും, വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വരും. അത് അങ്ങനെ നിലക്കാതെ അപങ്കുരം മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കൊന്ന് മൂത്രം ഒഴിക്കാൻ നിർത്തിയാലായി. ചായ കുടിക്കുന്ന പതിവൊന്നും സ്വാമിക്കില്ലാത്തതുകൊണ്ട് യാത്രികരൊക്കെ തന്നെ ചുറ്റുമുള്ള ആ പർവ്വതത്തിന്റെ ആ ഒരു ഗാംഭീര്യത കണ്ട്
ഇടയ്ക്കൊക്കെ വാവൊളിച്ച് നിന്ന്, ഇടയ്ക്കൊക്കെ കാളി നദിയുടെ ആ ഹുങ്കാര ശബ്ദത്തിന്റെ ആ ഒരു രൗദ്രതയൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഈശ്വരോ രക്ഷതു എന്ന് മനസ്സിൽ സദാസമയവും ജപിച്ചുകൊണ്ട് ആ സംഘം അങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ ഏരിയയാണ് മാൽപ്പ വില്ലേജ് എന്ന് പറയും. പണ്ട് ഒരു എർത്ത് ക്വാക്സ് ഉണ്ടായിട്ട് ഇവിടുത്തെ വില്ലേജ് മൊത്തമായിട്ട് തകർന്നു പോയി. നൂറുകണക്കിന് ആളുകൾ ഈ കൈലാസ് മാനസ സരോവർ യാത്ര നടത്തുന്ന നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയ ഒരു മാൽപ്പ വില്ലേജിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ മുഴുവനായി നശിച്ചു പോയെന്നാണ് പറയുന്നത്. വില്ലേജ് ഇല്ല ഇപ്പോൾ. ആ വില്ലേജ് ഇപ്പം ഇല്ലല്ലോ. ഇല്ല, എല്ലാം പോയി, മുഴുവനായിട്ട് പോയി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ അത് എർത്ത് ക്വാക്സ് എന്നാണ് പറഞ്ഞത്. ഭൂകമ്പം അല്ല മാൽപ്പയിൽ ഉണ്ടായത്. മാൽപ്പ എന്ന് പറയുന്നത് പണ്ട് ധാർചുലയിൽ നിന്ന് കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോകുന്ന പിലിഗ്രിമേഴ്സ് താമസിക്കുന്ന ഒരു ഇടത്താവളം കൂടിയായിരുന്നു മാൽപ്പ. 1998 മാൽപ്പയിൽ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ഏറ്റവും മുകളിൽ നിന്ന് തുരുതുര പാറക്കല്ലുകൾ, ചെറിയ കല്ലുകളായിരുന്നു ആദ്യം വന്നിരുന്നത്. അത് പിന്നീട് വമ്പൻ കല്ലുകളായിട്ട് മാറുകയും ഒരു വില്ലേജ് തന്നെ ആകെ ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. 221 ഗ്രാമീണരടക്കം 221 പേര് മരിച്ചു. അതിൽ പിൽഗ്രിമേഴ്സും അന്ന് ഈ യാത്രയ്ക്ക് വന്ന ആളുകൾ പോലും ആ ദുരന്തത്തിൽ മരണപ്പെടുകയുണ്ടായി. അപ്പൊ മാൽപ്പ ദുരന്തം എന്ന് പറയുന്നത് കൈലാസ് മാനസ സരോവർ യാത്രികർ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ MK രാമേന്ദ്രന്റെ പുസ്തകത്തിലൊക്കെ അതിന് മാൽപ്പ ദുരന്തത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ റോഡില്ല. റോഡ് കുറച്ച് സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡ് വരും, മെറ്റലടിച്ച റോഡ്. അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ റോഡിന്റെ ആ ഒരു അവസ്ഥയൊക്കെ പോവുകയും മൺകൂനകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. മനസ്സിലായില്ല? ഇപ്പൊ കാണുന്നില്ലേ, മൺകൂനകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നു, വീണ്ടും റോഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗമൊക്കെ എപ്പോഴാണ് മെറ്റലടിച്ച് റോഡാകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭീമാകാരന്മാരായിട്ടുള്ള പർവ്വതങ്ങൾ. അതേപോലെ തന്നെ ആ പർവ്വതങ്ങളുടെ ഇടയിലൂടെ വെട്ടി എടുത്തിരിക്കുന്ന റോഡ്, താഴെ കൂടെ കാളി നദിയുടെ ഒഴുക്ക്. അതൊരു ഭീകരമായ കാഴ്ചയാണ് കേട്ടോ. കാളി നദിയുടെ ആ ഒരു ഒഴുക്കും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് ക്യാൻവാസിലാണ് നമുക്ക് ഈ റൂട്ട് കാണാൻ പറ്റുന്നത്. വൈഡ് ക്യാൻവാസിൽ കാണാൻ പറ്റും. ഞാൻ ഹിമാലയത്തിൽ പല സ്റ്റേറ്റുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ആ റോഡിൻ്റെ ഒരു വലുപ്പവും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയൊക്കെ ഞാൻ കണ്ട സ്പിതി വാലിയിലൂടെ പോകുന്ന സമയത്ത്, കാസായിലൂടെ പോകുന്ന സമയത്താണ് ഇതുപോലത്തെ റോഡുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നമ്മൾ സഞ്ചരിച്ച ആ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു ഭീകരമായ ആ പാതയുണ്ടല്ലോ, ആ പാതയൊക്കെ അവസാനിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു റോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. സ്വർഗം പോലെ. ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഗ്ലേഷ്യർ കാണുന്നത്. അതിമനോഹരമായ പച്ചപ്പുള്ള, അതിമനോഹരമായിട്ടുള്ള ആ പച്ചപ്പിന്റെ പർവ്വത പ്രദേശത്തിന്റെ ഇടയിലൂടെയുള്ള ആ റോഡിലൂടെയുള്ള സഞ്ചാരം അവിസ്മരണീയമായിരുന്നു. ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഇനി അങ്ങോട്ട് വരുന്ന റോഡുകളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഡ്രൈവർ നിർത്തിയത്. കണ്ടോ, ഗ്ലേഷ്യർ, അടിപൊളി ഗ്ലേഷ്യറാണ്. നമ്മളിപ്പോൾ ഗുഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. താഴ്ഭാഗമൊക്കെ കാണും കേട്ടോ, താഴ്ഭാഗമൊക്കെ കാണും. പൊളിയാണ് കേട്ടോ. ഇച്ചിരി അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് കുറച്ചും കൂടെ താഴെയുള്ള റോഡുകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വന്ന വഴി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മൾ വന്ന വഴി. ഉണ്ടോ, റോഡ് കണ്ടോ നിങ്ങൾ? റോഡ് കണ്ടോ? ഓ, ഈ താഴേന്ന് ഇതാണ് നമ്മൾ വന്ന വഴി. ആ റൂട്ടിൽ നിന്ന് കയറി വന്നിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇതുവഴി കയറിയിട്ടാണ് നമ്മളിതേ ഇവിടെ എത്തി. ഇപ്പോൾ ഈ റൂട്ടിലൂടെയാണ് കയറി വരുന്നത്. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ വന്നത്. താഴെയുള്ള ആ റൂട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് നിൽക്കാം. സോ ഡേഞ്ചർ, ഇതിലപ്പുറം പോകാൻ വയ്യ. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്, വിൻഡടിക്കുന്നുണ്ട്. ആ വന്ന വഴിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അടിപൊളിയല്ലേ? ഇതിൻ്റെ ഹൈറ്റ് നോക്കിയേ. ചെവിയിലേക്ക് കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചെവി ഞാൻ മറച്ചിട്ടില്ല, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. സ്വാമി അങ്ങോട്ട് പോകുന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്വാമി പോകുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഉണ്ടോ, വണ്ടികൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നല്ല റോഡാണ്. അടിപൊളി മിലിറ്ററി നല്ല സെറ്റപ്പിൽ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ? ഇത്രയും നേരം നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വന്ന് ഇതേ നോക്കിയാൽ നല്ല പൊളി റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റോഡാണ്. ഇത് ഇടിയാത്തൊരു ബെൽറ്റാണ്. എന്താ ഭംഗിയല്ലേ റോഡിന്റെ ഭംഗി നോക്കിയേ. ഇങ്ങനെ ക്യാമറയിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വർണ്ണിച്ചാലും എനിക്ക് മടുക്കാതെ അത് ആ വിഷ്വലുകൾ എടുത്ത വിഷ്വൽ മുഴുവൻ നിങ്ങളെ കാണിക്കാൻ തോന്നുക. അത്ര മനോഹരമാണ്. അത് വീണ്ടും റിപ്പീറ്റേഷൻ ആവുന്നുണ്ടോ ആ ടെറൈൻ വിഷ്വൽസ് എന്ന് എനിക്കറിയില്ല. എനിക്കത് കണ്ടതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഇപ്പം ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് ഗോപാൽസ്വാമി പേട്ടയില്ലേ, നമ്മുടെ മൈസൂരേക്കൊക്കെ പോകുന്ന അവിടെ ഈ ടൈപ്പിലുള്ള റോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊന്നും 4 അയൽവക്കത്ത് എത്താൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ കിഡിലോൽസ്കിയാണ്, കിഡിലോൽസ്കി.
ഇപ്പൊ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. രാവിലെ കുറച്ച് നേരത്തെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അവിടെ ഒരു 3/4 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു. ഇതാ രണ്ടാമത്തെ അടുത്ത ചെക്ക് പോസ്റ്റും കൂടെ എത്തിയിരിക്കുന്നു. നമ്മുടെ പെർമിറ്റൊക്കെ അവിടെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഇനിയും കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകണം. ഗുഞ്ചി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമുക്ക് പോവേണ്ടത്. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ മുകളിലേക്ക് എത്തിയപ്പോൾ റോഡിൻ്റെ കാര്യം ഒന്നും പറയണ്ട. പൊളി റോഡ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മേഖലയിലെ റോഡുകളൊക്കെ ഈ അടുത്ത കാലത്താണ് ഇത് സെറ്റായി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ആദി കൈലാഷ് റൂട്ടായതുകൊണ്ട് ഇത് നല്ല രൂപത്തിൽ ഗവൺമെൻറ് പരിപാലിച്ചിട്ടുണ്ട്. തണുപ്പ് വന്ന സമയത്ത് ഞാൻ പതുക്കനെടുത്ത് നമ്മുടെ ചെവിയൊക്കെ ഒന്ന് ഭദ്രാക്കി വെച്ചു. കാരണം എന്താ വെച്ചാൽ തണുപ്പ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചെവിയൊക്കെ ഇൻഫെക്ഷനായി നാളെ ശരിക്കുള്ള പണിയാവും. എൻ്റെ കൂടെ വന്നവരൊന്നും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേ വിവരം അറിയത്തുള്ളൂ. ഈ കാറ്റൊക്കെ അടിച്ച് ചെവിയും മൂക്കും ഒക്കെ പണി കിട്ടാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പം നല്ല രസമൊക്കെ തോന്നും. ചേട്ടാ ഇത് മൂടിക്കോ, ഇത് മൂടാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ചെവിയൊക്കെ വളരെ അപകടമാവും. മനസ്സിലായില്ലേ? ഓക്കെ സൂപ്പർ. ഇത് കോതണ്ടോ സാർ, വില്ലേജ് ഓഫീസർ, തമിഴ്നാട്, കുംഭകോണം, കാഞ്ചീപുരം. ഓക്കെ. നമുക്ക് വഴിയിൽ ഓരോ വർത്തമാനം പറയാം. ബിസ്ക്കറ്റ് തന്നിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ വന്ന് ഈ തണുപ്പില് ഹിമാലയത്തിൽ വന്നിട്ട് ഒരു ബിസ്ക്കറ്റൊക്കെ തിന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. ഇവിടെ ചെക്ക് പോസ്റ്റിൽ ചായ കുടിക്കുകയാണ്. അപ്പൊ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പഹാടി ചേച്ചി ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് ചായ ആയിട്ട് വരുന്നു. ഇവരുടെ അടുക്കള കേട്ടോ ഇത്. ഇതാ ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. ഹായ്, ഹലോ, പേരൊന്ന് പറയും. സൂര്യ. സ്ഥലം? ഊര് കുംഭകോണം. ഓക്കെ. ചായ എല്ലാവർക്കും ചായ സാമി സപ്ലൈ ചെയ്യണം. ഓക്കെ. ആലപ്പുഴ. പേര് சொல்லு. തെണ്ടി നടക്കലാണ്, ഊര് തെണ്ടലാണ്. ഓക്കെ. സാമി പേര്? സ്വാമി വെങ്കട്രാജ്. എങ്ക തമിഴ്നാട്, சேலம். അവിടെ അമ്പലത്തിൽ പൂജാരി ഇருக்கு. ഓക്കെ. मेरा नाम परमशिवन, तमिलनाडु, ഒട്ടൻചിത്രം. അതിനുള്ള ലൈറ്റ് കുറവ്. ഓക്കെ. देवराजन, तमिलनाडु, तिरुची. ओके. माताजी का नाम? विमला देवी। यमुना देवी। विमला देवी। ओके. ഇത് ദേവരാജൻ സാറ്. ദേവരാജ സാർ സുഖട്ടമുണ്ട്. സൂപ്പർ. ബംഗളൂരു. എന്ന എടുക്ക് അവിടെ തന്നെ. എന്നാ ജോബ് എന്നാ இருக்கு? ജോലി കഴിഞ്ഞില്ല. ഗവൺമെന്റ് സർവന്റ്. ഫുഡ് കോർപ്പറേഷൻ അവിടെ ജോലി செஞ்சு റിട്ടയർ ആയി. ഇവിടുത്തെ ഇപ്പൊ സാമിയുടെ കൂടെ കൂടിയിരിക്കുന്നു. എത്ര വർഷം വേല പണിട്ട് இருந்தா? 40 കൊല്ലം സർവീസ്. 40 കൊല്ലം കഴിഞ്ഞു. ஓகே. சாமி பேரு? என் பேரு ஆர் கருணாகரன். எக்ஸ் ஆர்மி. ஓகே. 17 இயர்ஸ் மிலிட்டரியில ஹவுல்தாரா இருந்துச்சு. அப்புறம் 18 இயர்ஸ் வந்து ONGCல சார்ஜ்மேன் ப்ரொடக்ஷனா இருந்துச்சு. இப்போ ஆதி கைலாஷ் பாக்குறதுக்காக வந்திருக்கு. ஓகே. ஃபர்ஸ்ட் டைம். ஓகே. எல்லாரும் ஃபர்ஸ்ட் டைம். Thank you. கோதண்ட சார். VAO. வணக்கம். மதுராந்தகம் VAO. 32 years now only travels. வேற പരിപാടി ഒന്നുമില്ല. சார் வரா. வணக்கம். என் பேரு மாரியப்பன். நான் சைனிக் ஸ்கூல்ல படிச்சிருந்தேன். அதுக்கடுத்து இன்ஜினியர், மெக்கானிக்கல் இன்ஜினியர் ஒர்க் பண்ணிட்டு இப்ப ஜாலியா இருக்கேன். എവിടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ജോബ് ചെയ്തത്? துபாயிലാണ്. துபாய். yes. കാശുകാരനാണ്. fantastic. super. ഓക്കെ. സാമി അടിയാറ്. സാമി சிவாய நம சிவனடியார
எப்படி இருக்கு ஹிமாலயம்? இமாலயம் சூப்பரா இருக்குதுயா. இமாலயம் சேலம் மாவட்டம் இமாலயத்தை பார்க்க வந்திருக்கிறேன்யா. சித்த வைத்தியம் ஐயாவை பார்க்க வந்திருக்கேன். ஆமா. ഞാനിപ്പോ ഒരു 5 മിനിറ്റ് മുന്നേ ഈ റോഡൊക്കെ അടിപൊളി റോഡായി സെൻട്രൽ ഗവൺമെന്റ് സല്യൂട്ടൊക്കെ അടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. റോഡിന്റെ അവസ്ഥയാണ്. സംഭവം നല്ലതാക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഗവൺമെന്റ് നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇടിച്ചിലുള്ള സ്ഥലമായതുകൊണ്ടാണ് മിലിറ്ററി വണ്ടി വരുന്നുണ്ട്. അപ്പോ ഇവിടെയൊക്കെയുള്ള സ്ഥിതിഗതികള് റോഡൊക്കെ ഇതാണ് അവസ്ഥ. ഇനി മൺസൂൺ ആരംഭിച്ച ജൂണില് മഴ അങ്ങ് തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ ഈ റോഡിന്റെ കാര്യം ഒന്നും പറയാൻ വയ്യ. റോഡില്ല. റോഡ് എന്ന് പറഞ്ഞത് ഒരു സങ്കല്പത്തിൽ മാത്രമാണ് റോഡ്. ആ അതെ അങ്ങനെ ഒരു ഇനി മൺസൂൺ സ്റ്റാർട്ട് ചെയ്യും. മൺസൂൺ ജൂണിലങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിലൂടെ അപ്പൊ ക്ലോസ് ചെയ്യും അല്ലേ സ്വാമി? അപ്പൊ ക്ലോസ് ചെയ്യില്ലേ? അപ്പൊ ക്ലോസ് ചെയ്യും. മൺസൂൺ ആകുമ്പോ ഇവിടെ ക്ലോസ് ചെയ്യും. കാരണം ഇതിലൂടെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കൂ ഈ റോഡിലൂടെ എങ്ങനെയാണ് പോവുക എന്നുള്ളത്. പണ്ട് കാലത്ത്, അതായത് ഒരു 5-10 വർഷം മുന്നേ ധാർചുലയിൽ നിന്ന് നടന്നിട്ടാണ് ആളുകൾ മാനസ സരോവർ, ഈ പറഞ്ഞിരിക്കുന്ന കൈലാസ് മാനസ സരോവർ ട്രക്ക് ചെയ്തിരുന്നത്. ഈ ആദി കൈലാസ് ഓംപർവ്വതം വഴിയായിരുന്നു പോയിരുന്നത്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് വണ്ടി ഏതുവരെ കിട്ടി? ഓംപർവ്വതത്തിന് തൊട്ടടുത്ത്, ആദി കൈലാസിന് തൊട്ടടുത്ത് വരെയൊക്കെ നമ്മുടെ വാഹനം പോകുന്നുണ്ട്. ഇപ്പോഴും ആ രൂപത്തിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ലിബു ലേക്കിലേക്ക്, അതിർത്തിയിലേക്ക് തന്നെ സെൻട്രൽ ഗവൺമെന്റ് പുതിയ റോഡ് വെട്ടിക്കൊണ്ടിരിക്കുക. ചൈന ഗവൺമെന്റ് ആണ് പ്രധാനമായ പ്രശ്നം. ഈ മാനസ സരോവർ ആ ഒരു ട്രിപ്പ് ഇപ്പൊ നമുക്ക് നടത്താൻ പറ്റുന്നില്ല. കാരണം അവര് ബ്ലോക്ക് ചെയ്തിരിക്കുക ചൈന ഗവൺമെന്റ്. നമ്മുടെ ഗുഞ്ചി ക്യാമ്പിലേക്ക് ഏറെക്കുറെ എത്താറായി. അതിന്റെ ഏകദേശം നമ്മള് തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. താഴെ കാണുന്നത് കാളി നദി. അതിനോട് ചേർന്നിട്ട് കുറെ ടെന്റുകളും സംഗതികളൊക്കെ കാണാനുണ്ട് കേട്ടോ. ദൂരെ നിന്ന് കാണാനുണ്ട്. നല്ല വണ്ടി, നല്ല ആട്ടമാണ്. അതാണ് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. യെസ്, നമ്മളങ്ങനെ ഗുഞ്ചി ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഗുഞ്ചി ക്യാമ്പിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ താമസം ഗുഞ്ചി ക്യാമ്പിലാണ്. ഇതിപ്പോ രാവിലെ 10 മണിക്ക് നമ്മൾ പുറപ്പെട്ടതാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിർത്തി വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തുകയാണ്. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, നിങ്ങൾ കണ്ടല്ലോ. മഴയില്ല, പിന്നെ ആകെ നീലാകാശമാണ്. പിന്നെ ക്ലൗഡി ആയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ദർശനം നല്ല നിലക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഗുഞ്ചി ക്യാമ്പിലെത്തി. ഇതാണ് ഞാൻ താമസിക്കുന്ന ഗുഞ്ചി ക്യാമ്പ്. ഇവിടെയാണ് താമസം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. മിലിറ്ററി വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താമസിക്കാനുള്ള ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഒരു കട എവിടെയാണ്. എല്ലാം അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഷൂ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ ഇതിലൂടെ പോയാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ക്യാമ്പ് സൈറ്റിലേക്കുള്ള വഴി ഇതാണ്. ആകെ ഒരു ഡബ്ബിങ് യാർഡ് പോലെയാണ്. ഇതാണ് മുറി താമസിക്കാൻ. 2 മുറികളുണ്ട് നമുക്ക്. ഇവിടെ 6 ബെഡ് ഉണ്ട്.
6 ബെഡുണ്ട്. പിന്നെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. കണ്ടോ, എല്ലാം നമ്മളൊന്നും കൊണ്ടുവരണ്ടില്ല. തലവണ, ബെഡ്, റജായി എല്ലാം ഉണ്ട്. നമ്മളെ ബാക്കിയുള്ളവര് ഇതാണ് സെക്കൻഡ് റൂം. ഇതാണ് സൗകര്യമുണ്ട് അത്യാവശ്യം. ഇവിടെയും 6 ബെഡുണ്ട്. 6 ബെഡുണ്ട്. ഇതാ വന്ന ഉടനെ തന്നെ സ്വാമിയാർ ഇതിനുള്ളിൽ കയറി കൂടിയിരിക്കുന്നത്. തണുപ്പുണ്ട് അല്ലേ? കുറച്ച് തീരെ തണുപ്പുണ്ട്. രാത്രി തണുപ്പുണ്ട്. ഓക്കെ. പക്ഷെ നീറ്റ്, ക്ലിയർ, കൊള്ളാം. അതെ കിട്ടില്ല. ചുറ്റും ഹിമപർവ്വതങ്ങളാണ്. ഇതേ ഗ്ലേഷ്യർ ഇരിക്കുന്നു. അവിടെ ഒരു പർവ്വതമുണ്ട് ഇങ്ങനെ വരുന്നത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അതൊക്കെ ആകെ ഡബ് ചെയ്തുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ 2ാമത്തെ ദിവസത്തെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഗുഞ്ചിയിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. നാബിദാങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ ആദി കൈലാഷ്, ഓം പർവ്വത്, ആ ഒരു ഭാഗത്തേക്കുള്ള യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്നെ സംബന്ധിച്ചുണ്ട്. ഇത് പിന്നെ ഇതിന് മുന്നേ 2 വർഷം മുമ്പ് വന്ന് നടക്കാതെ പോയ ഒരു യാത്ര അത് വീണ്ടും നടക്കുന്നു എന്നുള്ളതിലുള്ളൊരു സന്തോഷമുണ്ട്.